പോകുന്നത് ജുജുത്സു കൈസർ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിന്റെ സീസൺ 3 രണ്ടാമത്തെ എപ്പിസോഡാണ്. സോ ഈ ഫസ്റ്റ് എപ്പിസോഡ് അതിൽ കുറച്ച് സൗണ്ട് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. രാത്രി 1 മണിക്കൊക്കെ കണ്ടാണ് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. സോ രാത്രി 1 മണിക്കൊക്കെ മുറിക്കകത്ത് കിടന്നാലെച്ചാൽ ഉറപ്പായിട്ടും വീട്ടുകാർ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. സോ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ശബ്ദമൊക്കെ കുറച്ച് സംസാരിച്ചത്. ആ പ്രശ്നം ഞാൻ ഈ എപ്പിസോഡിൽ അങ്ങ് തീർത്ത് തരികയാണ്. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്തേക്കുക. സോ ഫസ്റ്റ് എപ്പിസോഡ് ഒത്തിരി സപ്പോർട്ടൊന്നുമില്ല. സോ നിങ്ങൾ മാക്സിമം ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. സോ നേരെ എപ്പിസോഡിലേക്ക് പോകും. എപ്പിസോഡ് തീർക്കുന്നതിന് കാണിക്കുന്നത് ഒരാളെ വീൽ ചെയറിൽ ഉരുട്ടിക്കൊണ്ട് വരുന്നതാണ്. സോ അത് ആരാണെന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. ഒരു ചെറിയ മെമ്മറി പോലെയാണ് കാണിക്കുന്നത്. സോ അത് അവിടെ വെച്ച് കട്ടാകുകയാണ്. നമ്മുടെ യുജിയുടെ ദേഹത്തിലേക്ക് നമ്മുടെ യൂട്ടെ ആണെങ്കിൽ കുത്തി ഇറക്കുകയാണ്. അതേ സമയം തന്നെ മറ്റൊരു സ്ഥലത്ത് നമ്മുടെ ചോസോയും നനായോയും തമ്മിൽ ഫൈറ്റ് ആയിരുന്നല്ലോ. ഇതിലാണെങ്കിൽ നമ്മുടെ ചോസോയ്ക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. സോ നമ്മുടെ നനായോ വളരെയധികം വേഗത്തിൽ തന്നെ നമ്മുടെ ചോസോനെ ഇടിച്ച് പപ്പടമാക്കുകയാണ്. ഏത് തരത്തിലുള്ള ടെക്നിക്കാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് മാത്രമല്ല എന്റെ ബ്ലഡ് ടെക്നിക്കും ഇവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. ഇതുകൊണ്ടിരുന്ന സ്ഥലം തന്നെ മുഴുവനായിട്ടും അവർ ഡിസ്ട്രോയ് ചെയ്ത് കളയുകയാണ്. നീ ശരിക്കും ആരാ എന്ന് നമ്മുടെ നയോ ചോസോനോട് ചോദിക്കുകയാണ്. കുറിച്ചൊന്നുമല്ല ചോദിക്കുന്നത്, നിന്റെ ടെക്നിക്കിനെ കുറിച്ചാണ്. നമ്മുടെ ചോസോ ആണെങ്കിൽ ഫ്ലോയിങ് റെഡ് സ്കെയിൽ ടെക്നിക്ക് നമ്മുടെ ചോസോ പുറത്തേക്ക് എടുക്കുകയാണ്. ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ചോസോന്റെ ശരീരത്തിലുള്ള ബ്ലഡ് ഒക്കെ ആണെങ്കിൽ വളരെയധികം വേഗത്തിൽ തന്നെ ചോസോ അവന്റെ കൂടെ ഒത്തിരി നേരം പിടിച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും നമ്മുടെ ചോസോന്റെ വൈദ്യത്തിലേക്ക് ഒരു കുത്തി ഇറക്കുകയാണ്. അവിടെ നിന്ന് വലിച്ചു വിടുന്ന സമയത്ത് നമ്മുടെ ചോസോന്റെ ശരീരത്തിൽ നിന്ന് ഒരുപാടധികം ബ്ലഡ് പുറത്തേക്ക് വരികയാണ്. ചോസോന്റെ ശരീരത്തിലുള്ള രക്തമൊക്കെ ഒരുപാടധികം ഫ്ലോ ആകുന്നതോടെ തന്നെ ഒരുപാടധികം ചോര വെളിയിലേക്ക് വരികയാണ്. ഇപ്പോഴാണ് നിന്നെ കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. നിനക്ക് നിന്റെ ബ്ലഡ് ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് നിന്റെ ബ്ലഡ് നിനക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുമല്ലേ. നിന്റെ വെപ്പൺ ഒരുപാടധികം കിട്ടില്ലാണ് എന്ന് നമ്മുടെ ചോസോ പറയുകയാണ്. സോസേഴ്സിന്റെ എല്ലാവരുടെ കയ്യിലും ഇങ്ങനത്തെ ഓരോ വെപ്പൺസ് കാണാൻ ആരും വിചാരിക്കുന്നത് പോലെ അല്ലായിരിക്കും അതിന്റെ പ്രവർത്തന രീതി. സോസേഴ്സിന്റെ കയ്യിലുള്ള വെപ്പണിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് തന്നെ വിജയിക്കാൻ വേണ്ടിയാണ്. ബ്രദറുണ്ട് തോച്ചി, എനിക്ക് അവനെ ഒട്ടും ഇഷ്ടമല്ല. കാരണം അവൻ തോറ്റു. നീ നിന്റെ ബ്രദറിനെ വെറുക്കുന്ന ആൾക്കാരെ ഞാൻ ഉറപ്പായിട്ടും വെറുക്കുകയും ചെയ്യത്തുള്ളൂ. എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എന്നത് ബ്രദർ തന്നെയാണ്. അവൻ കാരണമാണ് നീ വരെ ഇവിടെ നിൽക്കുന്നത്. എന്താണ് ഈ പറയാൻ ഉദ്ദേശിക്കുന്നത്? നീ പറയുന്ന കാര്യം കേൾക്കുന്ന സമയത്ത് എനിക്ക് എന്തോ പോലെ തോന്നുകയാണ്. നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഒരു അനിയൻ എന്ന് പറയുന്നത് ഒരു അനിയൻ തന്നെയാണ്. ചേട്ടൻ എന്ന് പറയുന്നത് ഒരു ചേട്ടൻ തന്നെയാണ്. ചേട്ടനെ കണ്ടിട്ടാണ് അനിയൻ പഠിക്കുന്നത്. ചേട്ടൻ ചെയ്യുന്ന പാതയായിരിക്കും എല്ലാ അനിയന്മാരും ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. നീ ചീത്ത വഴിയിൽ കൂടെ നടന്നാൽ നിന്റെ അനിയനും ചീത്ത വഴിയിൽ കൂടെ തന്നെ നടക്കും എന്ന ഓരോ കാര്യങ്ങൾ കേൾക്കുന്ന സമയത്തും നിനക്ക് വിയർഡായിട്ട് തോന്നുന്നുണ്ടായിരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ ബ്രദർ കാരണമാണ് ഞാൻ ഇത്ര സ്ട്രോങ് ആയിട്ടുള്ളത്. നമ്മുടെ ചോസോ ആണെങ്കിൽ ബ്ലഡ് മാനിപ്പുലേഷൻ ടെക്നിക്ക് അവിടെ വെച്ച് യൂസ് ചെയ്യുകയാണ്. യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ സ്ഥലം മുഴുവനും ഒരു ബ്ലഡ് ആയിട്ട് തന്നെ മാറുകയാണ്. സംഭവിക്കാൻ വേണ്ടിയുള്ള കാരണം തന്നെ അവന്റെ ബ്ലഡ് ബൈൻഡിങ് ടെക്നിക്കാണ്. ഇപ്പൊ ഹ്യൂമന്റെ ഒരു മിക്സ്ചറും ഉണ്ട്. ഈ ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് എനർജീനെ ഒരു ബ്ലഡ് ആയിട്ട് മാറ്റാൻ വേണ്ടി സാധിക്കും. ഈ ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ നനായോയെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് നമ്മുടെ ചോസോ. നനായോയ്ക്ക് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുന്നില്ല. എനിക്ക് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ചോസോ ഇപ്പോൾ ഒരുപാടധികം പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ്. തന്നെ നമ്മുടെ നയോയുടെ കാല് ഒരുപാടധികം ഹെവി ആയിട്ട് ഫീൽ ചെയ്യുകയാണ്. മെയ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നയോ ചോസോന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. എന്നാൽ നമ്മുടെ ചോസോ ഇതിനു വേണ്ടിയാണ് ഇത്ര നേരം വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ചോസോ ആണെങ്കിൽ സ്വന്തമായിട്ട് 150 years എടുത്തുണ്ടാക്കിയ ഒരു ടെക്നിക്ക് നമ്മുടെ നയോയുടെ ദേഹത്ത് ഉപയോഗിക്കുകയാണ്. സോ അവന്റെ ബ്ലഡ് സെൽസ് എല്ലാം മുറിച്ച് കളയുകയാണ്. സംഭവിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ നയോയ തളർന്ന് താഴേക്ക് വീഴുകയാണ്. എനിക്ക് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. നീ എന്തുകൊണ്ടാണ് നിന്റെ ബ്രദേഴ്സിനെ ഇത്രയധികം വെറുക്കുന്നത് എന്ന് നമ്മുടെ ചോസോ ചോദിക്കുകയാണ്. അവൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ യൂട്ടെ അങ്ങോട്ട് വരികയാണ്. യൂട്ട വന്നോടനെ തന്നെ നമ്മുടെ ചോസോനെ അടിച്ച് തറയിലിട്ടിട്ട് നയോയ നിനക്ക് എന്തെങ്കിലും കുഴപ്പമോ വേണ്ടോ എന്ന് ചോദിക്കുകയാണ്. നമ്മുടെ നയോയുടെ ശരീരത്തിലേക്ക് ചോസോന്റെ ബ്ലഡ് പോയി. സോ ചോസോ ഒരു ഹ്യൂമൻ അല്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ ആ ബ്ലഡ് റിജക്ട് ചെയ്യും. ശരീരത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ആ ബ്ലഡ് പുറത്ത് കളയാൻ വേണ്ടി ശ്രമിക്കും. തന്നെ ചോരയൊക്കെ ഛർദ്ദിക്കുകയാണ് നമ്മുടെ നയോയ. നീ ഈ കാര്യം ഹെഡ് ക്വാർട്ടേഴ്സിൽ ചെന്ന് പറ. ഡെത്തിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തു പോയി. റിവേഴ്സ് കേഴ്സ് ഉണ്ട്. സോ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് ആളുകളെ ഹീൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. നിന്റെ മുറിവുകളും ഹീൽ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്ന് നമ്മുടെ യൂട്ട പറയുകയാണ്. യൂജി ഇപ്പൊ എവിടെ തൂങ്ങി നിൽക്കുകയാണ്. സോ ഇതേ സമയത്ത് തന്നെ നമ്മുടെ യൂജിക്ക് തന്റെ അപ്പന്റെ ഓർമ്മകൾ വരികയാണ്. യൂജിയുടെ ഗ്രാൻഡ് ബേയോട് കയോയെ കുറിച്ച് പറയുകയാണ്. നിന്റെ ലൈഫ് ചൂസ് ചെയ്തത് അതൊക്കെ ശരിയാണ്, പക്ഷെ നീ ഇനിയും ആ വുമണിന്റെ കൂടെ നിന്നാൽ നീ ഉറപ്പായിട്ടും മരിക്കും. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? യൂജിയുടെ മുമ്പിൽ വെച്ചൊന്നും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ പറയാതെ. കൊച്ചു കുട്ടിയായിരിക്കുന്ന സമയത്തുള്ള കാര്യങ്ങളൊക്കെ അവൻ ഓർത്തിരിക്കും. നീ ആ പെണ്ണിന്റെ അടുത്ത് നിന്ന് പോകുന്നതായിരിക്കും നിനക്ക് നല്ലത് എന്ന് ഗ്രാൻഡ് ബാ പറയുകയാണ്. നിങ്ങൾ എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കയോര അങ്ങോട്ട് കയറി വരികയാണ്. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചു നോക്കിയോ, ആ നെറ്റിയിലെ ഒരു സ്റ്റിച്ച് കയോര ഓൾറെഡി മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. സോ ഇപ്പം കയോരയുടെ ഉള്ളിലുള്ളത് കെഞ്ചാക്കുവാണ്. കാര്യങ്ങളൊക്കെ നമ്മുടെ യൂജിക്ക് ഓർമ്മ വരികയാണ്. തന്നെ നമ്മുടെ യൂജി അവിടെ നിന്ന് എഴുന്നേക്കുകയും കൂടാണ്. നോക്കുന്ന സമയത്ത് തന്റെ മുന്നിൽ യൂട്ട ഇരിക്കുന്നതാണ് കാണുന്നത്. ഓ രക്ഷപ്പെട്ടു, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ ആണെന്ന് സെൻസേ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടെങ്കിൽ നീ ഉറപ്പായിട്ടും ഫസ്റ്റ് ഇയറിനെയും സെക്കൻഡ് ഇയറിനെയും പ്രത്യേകിച്ച് എന്റെ ഫേവറേറ്റ് സ്റ്റുഡന്റ് ആയിട്ടുള്ള യുജി ഇതദൂറിനെയും നീ നോക്കണം. ഗോജോ സെൻസേ, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റാനോ അതിനൊരു
വഴിയുമില്ല എന്ന് നമ്മുടെ യൂട്ടെ പറയുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ യൂട്ടയാണെങ്കിൽ യൂജിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. നേരെ ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഒരു ആക്ട് ആയിരുന്നു. നിന്നെ എക്സിക്യൂഷൻ ചെയ്യാൻ വേണ്ടി വരുന്നത് പോലെ കാണിച്ച്, നിന്നെ കൊല്ലുന്നത് പോലെ കാണിച്ച് നിന്റെ ഡെത്ത് ഞാൻ ഫേക്ക് ചെയ്യുകയായിരുന്നു. ജുജുത്സു സോസറേഴ്സ് എല്ലാം നിന്നെ കൊല്ലാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ നിന്റെ ഡെത്ത് ഫേക്ക് ചെയ്തത്. ഫേക്ക് ആക്കുന്നത് ഇപ്പൊ രണ്ടാമത്തെ തവണയാണ്. അപ്പൊ ഞാൻ മരിച്ചിട്ടില്ലേ, അപ്പൊ ഞാൻ എങ്ങനെ ഇപ്പൊ ജീവനോടിരിക്കുന്നത് എന്ന് നമ്മുടെ യൂജി ചോദിക്കുകയാനുള്ള കാരണം എന്റെ കയ്യിലുള്ള ടെക്നിക്കാണ് റിവേഴ്സ് കേഴ്സ് ടെക്നിക്. അതിലേക്ക് ഞാൻ കത്തി കുത്തി ഇറക്കുന്ന സമയത്ത് തന്നെ ഞാൻ നിന്റെ ഹാർട്ട് ഹീൽ ചെയ്യുന്നുണ്ടായിരുന്നു. വേണ്ടിയാണ് എനിക്ക് വേണ്ടി ഇത്രയധികം റിസ്ക് എടുത്തത് എന്ന് നമ്മുടെ ഇത്തത്തൂർ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ യൂട്ട പറയുകയാണ്. കാരണം നമ്മൾ രണ്ടും ഒരുമാതിരി സെയിമാണ്. ആദ്യം പവർ കിട്ടുന്ന സമയത്ത് ഞാൻ ആദ്യം വിചാരിച്ചു ആ പവർ എനിക്ക് ഫോഴ്സ് ചെയ്തിട്ടാണ് കിട്ടിയിട്ടുള്ളതെന്ന്. പിന്നാണ് എനിക്കത് മനസ്സിലായത്, ഞാൻ തന്നെയാണ് ആ പവർ എൻ്റെ ശരീരത്തിലേക്ക് വരാൻ വേണ്ടിയുള്ള കാരണമെന്ന്. നീ അങ്ങനെയല്ല, നീ ഇപ്പൊ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അത് നിന്റെ പവറല്ല, അത് പക്ഷേ നിന്റെ തെറ്റുമല്ല. അതുകൊണ്ട് തന്നെ നിന്നെ കുറ്റം പറയാൻ സാധിക്കത്തില്ല. അപ്പൊ ഈ നടന്ന ഒരു കാര്യത്തിലുള്ള ഉത്തരവാദിയും നീയല്ല. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അങ്ങോട്ട് മെഗുമി ഫുഷിഗ്രോ വരുന്നത്. യൂജി, നീ എന്താ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമുക്ക് ജുജുത്സു ഹൈയിലേക്ക് പോകാം. ഇട്ടിരിക്കുന്ന ബാരിയർ ആണെങ്കിൽ ചെറുതായിട്ട് വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേരൊന്നും കാണാത്തത് കൊണ്ട് തന്നെ നിന്നെ അവർക്ക് പിടിക്കുന്നത് കുറച്ച് പാടായിരിക്കും. അതുകൊണ്ട് തന്നെ നീ പെട്ടെന്ന് വാ, പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടെ നിന്ന് പോകണം. നീ എന്താ ഈ പറഞ്ഞു വരുന്നത്? കാരണമാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും സംഭവിച്ചത്. എന്നിട്ട് ഒന്നും അറിയാത്തവനെ പോലെ ഞാൻ ഇവിടെ നിന്ന് വരാൻ ഓരോ ആൾക്കാരാണ് ഇപ്പൊ തന്നെ ഇവിടെ മരിച്ചു വീണതെന്ന് നിനക്കറിയാമോ? നീ എന്താ ഈ പറയുന്നത്? നമ്മളൊന്നും ഹീറോസ് അല്ല, നമ്മളെല്ലാം സോസറേഴ്സ് ആണ്. തന്നെ ആർക്കും നമ്മളെ ജഡ്ജ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. ഇല്ല മെഗുമി, ഞാൻ എന്താണ് ഈ പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പൊ എന്നെ സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ പറയുന്ന കാര്യം കേട്ട് നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. കാര്യം പറയും, ഇപ്പൊ ഇവിടെ ഒരു ഡെത്ത് ഗെയിം ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. കള്ളിങ് ഗെയിം. ഇതിലൊക്കെ കേഴ്സ് എനർജി ഉണ്ടോ അവർക്ക് എല്ലാവർക്കും ഈ ഗെയിമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഈ ഗെയിമിന്റെ പേരാണ് കള്ളിങ് ഗെയിം. യൂജി, എന്റെ സിസ്റ്റർ ആയിട്ടുള്ള സുമിക്കും ഈ ഗെയിമിലേക്ക് പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നീ എന്നെ സഹായിക്കണം. ഇപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാക്കുന്നത്. കള്ളിങ് ഗെയിം എന്ന് പറഞ്ഞാൽ ഒരു ഡെത്ത് ഗെയിം ഇപ്പൊ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ബാരിയർ വന്നിട്ടുണ്ട്. സോ അതിനകത്ത് കേഴ്സ് എനർജി ഉള്ള എല്ലാ ആൾക്കാരും ആ ഗെയിമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. സോ ഇതേ സമയത്ത് തന്നെ നമ്മുടെ യൂജി ആണെങ്കിൽ യൂട്ടേനോട് ഒരു കാര്യം പറയുകയാണ്. ഞാൻ ഇതിനു മുമ്പ് 5 ഫിംഗേഴ്സ് കഴിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ടോട്ടലി ഇപ്പൊ എന്റെ ശരീരത്തെ 11 ഫിംഗേഴ്സ് ഉണ്ട്. 15 ഫിംഗേഴ്സ് എന്റെ ശരീരത്തുള്ളത് കൊണ്ട് തന്നെ ഇനി അവന്റെ ബോഡി കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അത് വർക്കായാലും ഉറപ്പായിട്ടും അവന് ഷിബോയെ തന്നെ ഇല്ലാതാക്കി കളയാൻ പറ്റും. ഇനിയും യൂജി 5 ഫിംഗേഴ്സും കൂടെ കഴിച്ചാൽ മാത്രമേ സുക്കണയ്ക്ക് മുഴുവനായിട്ട് തന്നെ യൂജിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഇനി അഥവാ ഫ്യൂച്ചറിൽ എന്നെ സുക്കണ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഒരു ദാക്ഷിണ്യം വിചാരിക്കേണ്ട, എന്നെ അങ്ങ് കൊന്നു കളഞ്ഞേക്ക്. ഒരു പ്രശ്നം സംഭവിച്ചാൽ അതിനെ തടയാൻ വേണ്ടിയുള്ള ഒരു കേപ്പബിലിറ്റി നിന്റെ കയ്യിലുണ്ട്. ഇത്രയും കാര്യം നമ്മുടെ യൂട്ടേനോട് പറഞ്ഞിട്ട് നമ്മുടെ യൂജി ആണെങ്കിൽ ഫുഷിഗ്രോനോട് ചോദിക്കുകയാണ് ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നീ ടെങ്കനെ കാണണം എന്ന് നമ്മുടെ ഫുഷിഗ്രോ പറയുകയാണ്. നീ ഗോജോനെ എങ്ങനെയാണ് അൺസീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യമാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഈ കാര്യം അറിയാമെന്ന് പറയുന്ന ഒരാളെന്ന് പറയുന്നത് ടെങ്കനാണ്. സോ അതിനുവേണ്ടി നമുക്ക് ആദ്യം അവനെ പോയി മീറ്റ് ചെയ്യണം. നമ്മുടെ ടെങ്കനാണെങ്കിൽ 1000 ഡോറിന്റെ ഉള്ളിലുള്ള ഒരു സ്ഥലത്താണ് ഉള്ളത്. സോ കറക്റ്റ് ആയിട്ടുള്ള ഡോർ തുറന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ടെങ്കനെ മീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഡോർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റിയില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. നമുക്ക് ടെങ്കനെ മീറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. നമ്മുടെ യൂജി ആണെങ്കിൽ നൊമാറയുടെ കാര്യം ചോദിക്കുന്ന സമയത്ത് അത് പറയാൻ മറുപടി കിട്ടുന്നില്ല. അതേ സമയത്ത് തന്നെ നമ്മുടെ ചോസോ അങ്ങോട്ട് വരികയാണ്. ഒരു വരിയുണ്ട്, നമുക്ക് ടെങ്കനെ മീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത്തോ ആണെങ്കിൽ ഒരു സുക്കണ്ണയുടെ ഫിംഗറും അതുപോലെ തന്നെ ഡെത്ത് പെയിന്റിംഗ് എന്ന് പറഞ്ഞൊരു സാധനവും കഴിച്ചിട്ട് തന്നെ ഒരു വലിയ വരി അവിടെ വന്നിട്ടുണ്ട്. സീനി കാണിക്കുന്നത് നമ്മുടെ മാക്കീനെ കാണാൻ വേണ്ടി നമ്മുടെ യൂജി ടീമും പോകുന്നതാണ്. യൂക്കിനോട് ഫുഷിഗ്രോ ആണെങ്കിൽ ബാരിയറിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചോസോ മുന്നിലേക്ക് വന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ടെങ്കൻ ജുജുത്സു ഹൈലായിരിക്കും ഉള്ളത്. ഒബ്ജക്റ്റും കേഴ്സ്ഡ് ഐറ്റവും വെക്കുന്ന സ്ഥലത്തായിരിക്കും അവനുള്ളത്. സ്ഥലത്തായിട്ട് തന്നെ മാസ്റ്റർ ടെങ്കന്റെ ഡോറും ഉണ്ട്. സ്ഥലത്ത് തന്നെ ചോസോന്റെ ലിറ്റിൽ ബ്രദേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ ബോഡിയും ഇരിപ്പുണ്ട്. അതിലുള്ള രണ്ടുപേരെ ചോസോന്റെ ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് ബൈൻഡ് ചെയ്ത് ഉപയോഗിച്ച് നമുക്ക് ഗൈഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ പറഞ്ഞതുപോലെ തന്നെ ചെയ്ത് ഒരു സ്ഥലത്തിലേക്ക് വരെത്തുകയാണ്. സ്ഥലത്തിന്റെ മുന്നിലായിട്ട് ഒരു ഡോർ ഉണ്ട്. സോ അത് ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് ഏരിയ തന്നെ മുഴുവനായിട്ട് കാലിയായിട്ടുള്ള ഒരു വെള്ള കളറുള്ള ഏരിയ. ഒന്നുമില്ലല്ലോ, ഇതെന്തോ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് നമ്മുടെ യൂജി ചോദിക്കുന്നുണ്ട്. സോ നമ്മൾ ടെങ്കനെ കാണാൻ വേണ്ടിയല്ലേ വന്നത്. സോ ടെങ്കൻ നമ്മളെല്ലാവരും റിജക്ട് ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് നമ്മുടെ യൂക്കി പറയുന്നു. എല്ലാവരെയും ടെങ്കൻ റിജക്ട് ചെയ്തെന്നുള്ള ഒരു കാര്യം അവർക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിലും അവർ മുന്നോട്ട് നടക്കുകയാണ്. സോ അന്നേരമായിരുന്നു ഒരു ശബ്ദം കേൾക്കുന്നത്. നൈസ് ടു മീറ്റ് യു ചൈൽഡ് ഓഫ് സെനിൻ. സോ ഇത് ആരാണ് പറഞ്ഞതെന്ന് പറഞ്ഞ എല്ലാവരും പുറകിലോട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്തായിരുന്നു ഒരു കാഴ്ച കാണുന്നത്. അത് വേറെ ആരുമല്ല, അത് നമ്മുടെ മാസ്റ്റർ ടെങ്കനായിരുന്നു. സോ അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഒരു ദിവസം തന്നെ ഞാൻ 2 എപ്പിസോഡ് എന്ന് വെച്ചാൽ 2 വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ലൈക്ക് അടിക്കണേ, ഒന്ന് കമന്റ് ചെയ്യണേ, ഒന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തിട്ടൊന്ന് പോകും. ഞാൻ കുറച്ച് കാര്യം ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ യൂജിനെ ആദ്യമേ കൊല്ലേണ്ടതായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ യൂജിയുടെ ശരീരത്ത് സുക്കുണയുടെ ഫിംഗർ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ യൂജിയുടെ ബോഡി എപ്പോൾ വേണമെങ്കിലും സുക്കുണ കൺട്രോൾ ചെയ്യാം. പക്ഷേ നമ്മുടെ ഗോജോ ഉള്ളതുകൊണ്ടാണ് യൂജിനെ ആരും കൊല്ലാഞ്ഞത്.
കൊല്ലാഞ്ഞത് എന്ന് വെച്ചാൽ വേറെ ജുജുത്സു സോഴ്സറേഴ്സ് ഒന്നും യൂജിനെ കൊല്ലാത്തതിനുള്ള ഒരു കാരണം ഗോജോ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നെന്നുള്ള ഒരു രീതിയിലാണ്. പക്ഷേ ഗോജോ ഇപ്പോൾ സീലായതുകൊണ്ട് തന്നെ യൂജിനെ കൊല്ലാൻ വേണ്ടി ജുജുത്സു സോഴ്സറേഴ്സിന് ഓർഡർ കൊടുക്കുകയാണ്. സോ അങ്ങനെ എല്ലാ ജുജുത്സു സോഴ്സറേഴ്സും നമ്മുടെ യൂജിനെ കൊല്ലാൻ വരുന്നുണ്ട്. സോ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ യൂട്ടയും യൂജിനെ കൊല്ലാൻ വേണ്ടി വരുന്നുണ്ട്. സോ യൂജിനെ ഈ ബാക്കിയുള്ള ജുജുത്സു സോഴ്സറേഴ്സിൻ്റെ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മുടെ യൂജിനെ കൊല്ലുന്നത് പോലെ ഫേക്ക് ഡെത്ത് ഉണ്ടാക്കുന്നത്. ഈ കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ കത്തിയല്ലോ. നമ്മുടെ യൂജിയുടെ അമ്മ ഓൾറെഡി മരിച്ചതാണ്. സോ എന്നിട്ടും നമ്മുടെ യൂജിയുടെ അമ്മ ജീവനോട് ഇരിപ്പുണ്ട്. സോ നിങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും യൂജിയുടെ അമ്മയുടെ തലയിൽ ഇങ്ങനെ സ്റ്റിച്ച് പോലത്തെ ഒരു സാധനമുണ്ട്. സോ അത് വേറെ ആരുമല്ല, നമ്മുടെ കെൻജാക്കുമാണ്. അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. സോ ഇത് നമ്മുടെ വരുന്ന എപ്പിസോഡിൽ നിങ്ങൾക്ക് ഓരോരോ കാര്യങ്ങൾ മനസ്സിലായിട്ട് വരും. സോ അന്നേരം ഞാൻ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സോ സപ്പോർട്ട് ചെയ്യുക. നാളെ വീഡിയോ ഇടാൻ വേണ്ടി ശ്രമിക്കാം. സോ ഇനി അടുത്ത എപ്പിസോഡ് നെക്സ്റ്റ് വീക്കിലേ ഉള്ളത്. സോ ഒരു ദിവസം 2 എപ്പിസോഡ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വീക്കിൽ. ഇനിയും ഉള്ള വീക്കിലൊക്കെ ഓരോരോ എപ്പിസോഡ്സ് വെച്ചായിരിക്കും റിലീസ് ചെയ്യുന്നത്. സോ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ, സീ യു.